നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പല വാഹന ഉടമകളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അതായത് വാഹനത്തിൻ്റെ കൂളിംഗ്, AC-യുടെ കൂളിങ്ങിൻ്റെ വിഷയം. അങ്ങനെ വരുന്ന സമയത്ത് ഹീറ്റർ ലൈനിലോട്ട് വരുന്ന, അതായത് ഹീറ്റിംഗ് കോയിലിലോട്ട് വരുന്ന ലൈന് ബൈപ്പാസ് ചെയ്തിട്ട് പല വാഹന ഉടമകളും ഡയറക്റ്റ് AC-ക്ക് കണക്ഷൻ ചെയ്യാറുണ്ട്, ഓവർ കൂളിംഗ് കിട്ടുവാൻ വേണ്ടിയിട്ട്. നമുക്കിന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിശദമായി അറിയാം. ആദ്യം വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഫാന് ഓൺ ചെയ്തിട്ടുണ്ട്, AC ഓൺ ചെയ്തു. നിലവിൽ 2-ലാണ് AC-യുടെ ഫാന് ഓണായിട്ടുള്ളത്. അതായത് രണ്ടാമത്തെ റെഗുലേറ്റർ രണ്ടാമത്തെ പോയിന്റിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇത് ആട്ടോ കട്ട് ആവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നത് കൂളിംഗ് സെക്ഷനാണ്. ഈ കാണുന്നത് ഹീറ്റിങ്ങിൻ്റെ സെക്ഷനാണ്. ഇതിലോട്ട് വരുന്ന ലൈന്, ഈ ഹീറ്ററിൻ്റെ ഇതിലോട്ട് വരുന്ന ലൈനാണ് പല വാഹന ഉടമകളും ബൈപ്പാസ് ചെയ്ത്, അതിനെ കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് AC-ലോട്ട് കൊടുക്കുന്നത്. അതിൽ വരുന്ന ഒരു ദോഷവശം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് എൻജിൻ റൂം ശ്രദ്ധിക്കാം. കംപ്രസർ ആട്ടോ കട്ട് ഓഫ് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ഗ്ലാസ് താഴ്ത്തി ഇട്ടില്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഇപ്പോൾ വാഹനം ഓഫാണ്. താഴെ അടിയിലാണ് കംപ്രസർ, AC-യുടെ കംപ്രസർ വരുന്നത്. ഇവിടെ നമുക്ക് ക്ലച്ചും സംഭവങ്ങളൊക്കെ കാണുവാൻ പറ്റും. എന്നാൽ പോലും ഇതിൽ പല വാഹന ഉടമകളും ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള രീതി, ഈ കാണുന്നതാണ് ഹീറ്റിംഗ് കോയിലിലോട്ട് വരുന്ന ലൈൻ. ഈ 2 പൈപ്പുകൾ വരുന്നുണ്ട്. ചില വാഹനങ്ങൾക്ക് ഈ സൈഡിലായിരിക്കും വരുന്നത്, ഈ കാണുന്ന സൈഡിലായിരിക്കും വരുന്നത്. ചില വാഹനങ്ങൾക്ക് ഡയറക്റ്റ് ആയിരിക്കും വരുന്നത്. ഈ ലൈനിന് കട്ട് ചെയ്ത ശേഷം ബൈപ്പാസ് ചെയ്യാറുണ്ട്. ഈ ബൈപ്പാസ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ബൈപ്പാസ് ചെയ്യുമ്പോൾ ഓവർ കൂളിംഗ് കിട്ടുവാൻ വേണ്ടിയിട്ട് ബൈപ്പാസ് ചെയ്യുന്ന ടൈമിൽ ഹീറ്റിങ്ങിൻ്റെ പ്രവർത്തനം അവിടെ നഷ്ടപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, എപ്പോഴും ചൂടുള്ള കാലാവസ്ഥ ആയിരിക്കണമെന്നില്ല നമ്മുടെ നാട്ടിൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹീറ്റർ ഇടേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ ഈ ഒരു ലൈന് കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചൂട് കാറ്റ് കിട്ടാത്തൊരവസ്ഥ വരും. അതുമല്ല, സാധാരണ ഹീറ്റിങ്ങിൻ്റെ ഉപയോഗം വരുന്നത്, ചൂടുള്ള കാറ്റിൻ്റെ ആവശ്യം വരുന്നത് ഫോഗ് കൂടുതലുള്ള ടൈമിലും മഴയത്തൊക്കെ ഇത് ഇടാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ലൈനൊക്കെ ബൈപ്പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പാർട്സിൻ്റെ ഉപയോഗമുള്ളത് കൊണ്ടാണ് കമ്പനി ഇത് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. പക്ഷേ പലരും അത് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ആൾട്രേഷൻ ചെയ്യുന്ന ടൈമിൽ മറ്റു പല ഇഷ്യൂസും വരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ മിക്ക വാഹനങ്ങൾക്കും, അതായത് പഴയകാല വാഹനങ്ങൾക്ക്, 2010 മുന്നേ ഇറങ്ങിയ വാഹനങ്ങളോ അല്ലെങ്കിൽ BS ബസ്സിൽ ഇറങ്ങിയ വാഹനങ്ങൾക്കൊന്നും ഈ ലൈന് വരുന്ന ഭാഗത്തോട്ട്, അതായത് AC-യുടെ ഫിൽറ്റർ നിലവിലില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപൂർവം ചില വാഹനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ചില വാഹനങ്ങൾക്കൊന്നും AC-യുടെ ഫിൽറ്റർ വരുന്നില്ല. അങ്ങനെ വരുന്ന സമയത്തും ബ്ലോക്കായിട്ട് AC-യുടെ ഫിൽറ്റർ ഇല്ലാത്ത പക്ഷം കൂളിംഗ് കോയിൽ പൊടി കയറി അടഞ്ഞിട്ട്, കൂളിംഗ് കോയിൽ വരുന്നത് ഡാഷിൻ്റെ ഉൾവശത്തായിട്ടാണ് വരുന്നത്. കൂളിംഗ് കോയിൽ പൊടി കയറി അടഞ്ഞിട്ട് അവിടെ എയർ ബ്ലോക്കാവാനും തണുപ്പ് ഉള്ളിലേക്ക് കിട്ടാത്ത ഒരു അവസ്ഥ വരികയും ചെയ്യും. ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. ഒരു കാരണവശാലും ഇത് കണ്ടൻസർ യൂണിറ്റാണ്, ഉള്ളിൽ കംപ്രസർ വരുന്നുണ്ട്,
പിന്നെ ഈ വരുന്ന ഹീറ്റിങ്ങിൻ്റെ ലൈന്, ഇതൊന്നും ബ്ലോക്ക് കട്ട് ആൾട്രേഷൻ ചെയ്യരുത്. അതിൻ്റേതായ പ്രോബ്ലംസ് വരും കാലങ്ങളിൽ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഈ കാണുന്നതാണ്, അത് ഈ വരുന്ന ലൈന് കൂളിങ്ങിൻ്റെ ലൈനാണ്. ഈ ചുവപ്പ് ഹീറ്റിങ്ങിൻ്റെ ലൈനുമാണ്. ഇതിലോട്ട്, അതായത് ഹീറ്റിങ്ങിലോട്ട് വരുന്ന ലൈന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാലക്രമേണ ഉള്ളിലേക്ക് ചൂട് ഏൽക്കാതെ ഏതെങ്കിലും തണുത്ത കാലാവസ്ഥയിൽ വാഹനം ഓടിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഉള്ളിലേക്ക് ചൂട് എത്താത്ത ഒരവസ്ഥ വരും. പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും. ആ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ ഓവർ കൂളിംഗ് കിട്ടുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ മൈലേജ് ഷോട്ട് വരാനുമായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് പലർക്കും അറിയില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ഇങ്ങനെ ഒരു തണുപ്പ് കിട്ടാത്തൊരവസ്ഥ വരികയോ അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിൽ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്യേണ്ടി വന്നാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിലോട്ട് വരുന്ന ലൈനാണ്. കൂളിംഗ് കോയിൽ ബ്ലോക്ക് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഫിൽറ്റർ ബ്ലോക്ക് ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞതിന് ശേഷം മാത്രം മുന്നിലോട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനെന്താണ്, അതിൻ്റെ പോം വഴി എന്താണ്, ഇതിന് ബ്ലോക്ക് ചെയ്യാതെ തന്നെ, അതായത് ഈ ഹീറ്റിങ്ങിൻ്റെ ലൈന് ബ്ലോക്ക് ചെയ്യാതെ തന്നെ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ വാഹനത്തിൻ്റെ മറ്റ് മെക്കാനിക്കൽ പാർട്സുകൾക്ക്, അതായത് ഇതിലോട്ട് വരുന്ന ലൈനുകൾ, ഈ സെക്ഷൻ, ഈ ഒരു യൂണിറ്റിലോട്ട് വന്നിരിക്കുന്ന ലൈനുകൾക്ക് ചിലപ്പം തകരാറ് സംഭവിക്കുവാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. സീറ്റിംഗ് ആയിട്ടിരിക്കുന്ന പല പാർട്സുകളും തകരാറ് വരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുമല്ല, ഈ വരുന്ന ലൈന്, ഈ അഡ്ജസ്റ്റർ ഓരോ മോഡുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അതായത് ഡയറക്റ്റ് കാറ്റ് കിട്ടുന്ന സ്ഥലം, കാലിലോട്ട് കാറ്റ് എത്തുന്ന സ്ഥലം, അതുപോലെ തന്നെ ഈ ഹീറ്റിങ്ങിൻ്റെ ലൈന്, ഇത് മുകളിലോട്ട്, അതായത് ഈ വിൻഷീൽഡ് ഗ്ലാസിൻ്റെ ഫോഗ് മാറ്റുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ D4 വാഹനങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. പുറകിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഈ വാഹനത്തിന് D4 ഇല്ല. മറ്റ് വാഹനങ്ങൾക്ക്, അതായത് ടോപ്പ് എൻഡ് മോഡൽ വാഹനങ്ങൾക്കെല്ലാം D4 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ പലരും ഈ കണക്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഉള്ളിലെ ഫോഗ് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. പിന്നെ എപ്പോഴും ടവൽ കൊണ്ട് തുടയ്ക്കേണ്ട ഒരവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുമല്ല, ഈ സ്വിച്ചിൻ്റെ കണക്ഷൻ വന്നിരിക്കുന്നത് പല ഭാഗങ്ങളിലോട്ടും ബൗഡം കണക്ഷനാണ് വന്നിരിക്കുന്നത്. കേബിൾ കണക്ഷനും ബൗഡം കണക്ഷനുമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ കട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഉള്ളിലോട്ട് ഹീറ്റിംഗ് വരുന്ന ലൈന് കട്ട് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള, നമ്മുടെ ഒരു ചെറിയൊരു അശ്രദ്ധ മതി പല രീതിയിലുള്ള മെക്കാനിക്കൽ ഇഷ്യൂ വരുവാനായിട്ടുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. പീരിയോഡിക്കലായിട്ട് നിങ്ങളുടെ വാഹനം നിശ്ചിത കിലോമീറ്റർ അല്ലെങ്കിൽ പീരിയോഡിക്കലായിട്ട് 10,000 കിലോമീറ്ററിൻ്റെ ജനറൽ ചെക്കപ്പ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ 6 മാസം കൂടുന്ന സമയത്ത് ഇലക്ട്രിക്കൽ ചെക്കപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വാഹനത്തിൻ്റെ AC യൂണിറ്റും കൂടി ഒന്ന് ജനറലായിട്ടൊന്ന് ചെക്കപ്പ് ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഗ്യാസ് റീഫില്ല് ചെയ്യുന്ന സമയത്ത്, വാഹനത്തിൻ്റെ AC ഗ്യാസ് റീഫില്ല് ചെയ്യുന്ന ടൈമിൽ AC കൂളിംഗ് ഓയിൽ, കംപ്രസർ ഓയിൽ, അതുകൂടാതെ ജനറലായിട്ട് ഒരു ചെക്കപ്പ് കൂടി, അതിലോട്ട് വരുന്ന പൈപ്പ് ലൈൻ കണക്ഷൻ എല്ലാം കൂടി ജനറലായിട്ട് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു കാര്യം അറിയില്ലാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, പല വാഹന ഉടമകളും നോബ്, ഈ കാണുന്ന നോബ്, റെഗുലേറ്റർ നോബ് 3-ലും 4-ലും ഹൈ പവറിൽ എയർ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എയർ വരും, തണുപ്പിൻ്റെ കാഠിന്യം കുറയും. അതുകൊണ്ട് പരമാവധി 2-ലോ 1-ലോ വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഗ്യാസ് കുറയുന്നതിനനുസരിച്ച് ഗ്യാസ് റീഫില്ല് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓരോ 6 മാസം കൂടുന്തോറും ചെക്ക് ചെയ്ത് ഗ്യാസും മറ്റ് AC സംബന്ധമായിട്ടുള്ള ഇലക്ട്രിക്കൽ പാർട്സുകളെല്ലാം ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്.